ഗൈസ് അങ്ങനെ ലഡാക്കിലെ other next day we are preparing for the trip. This is our pilot. Yeah, bro. Say good morning. Good morning, everybody. നുബ്ര വാലിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇന്നലെ എല്ലാവരും വന്ന് ഭയങ്കര ചത്ത് ടയേർഡായിട്ട് കിടന്നുറങ്ങിയതാണ്. ഇന്ന് ഏതായാലും ഒരു അടിപൊളി വെരി ക്ലിയർ ആൻഡ് വാം ഡേ. നുബ്ര വാലിയിലേക്ക് പോകുന്ന റോഡുകളും അതിൻ്റെ ഇടയിലുള്ള ഓരോ സ്പോട്ടിലെ അവിസ്മരണീയ കാഴ്ചകളൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് 3 ബൈക്ക് ഷോർട്ടേജ് ഉണ്ട്. ഇന്നലെ വാനിൽ തിരിച്ചു വന്നതുകൊണ്ട് 3 ബൈക്ക് കർത്തുങ്കള പാസ് അവിടെ ടോപ്പിൽ സ്റ്റക്കാണ്. അപ്പോൾ അവിടം വരെ ഡബിൾ വെച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ അടുത്ത ട്രിപ്പിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലിയർ ക്ലൈമറ്റ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ആവശ്യത്തിലാണ്, നല്ല എനർജി ഉണ്ട്. നമ്മളെ സ്റ്റേൻ്റെ അടുത്തുള്ള ആപ്പിൾ തോട്ടാണ്. നല്ല ചുവന്ന് തുടുത്ത ആപ്പിളുകൾ. ഇവിടുത്തെ പച്ച ആപ്പിൾ നിലത്ത് വീണെടുക്കുന്നുണ്ടാ. ഹൈവ എന്നാ കൈ പിടിച്ചോ, ഇതൊക്കെ നമുക്കുള്ള കൈ പിടിച്ചോ. നൈസ് നൈസ്. കർദുങ്കള ടോപ്പ് വരെ ഇന്നലെ പോയ സെയിം റൂട്ടിലോട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. ഇന്നലെ ഈ മേലേക്കോട്ടുള്ള റോഡിലൂടെ ആയിരുന്നു നമ്മൾ പോയത്. ബട്ട് ഇന്ന് ഈ റോഡ് എവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബ്ലോക്കാണ്. അപ്പോൾ വേറെ റോഡ് കണ്ടെത്തിയിട്ട് അതിലൂടെ വേണം നമുക്ക് പോകാൻ. മുഴുവൻ ലഗേജും കൊണ്ടാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം, കാരണം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ഓരോ റിസോർട്ടിലായിരിക്കും സ്റ്റേ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടിറങ്ങി. ഇന്നലെയും അതേപോലെ തന്നെ ആയിരുന്നു. ബട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ലഗേജ് താഴെ നിന്ന് കിട്ടാൻ ബാക്കിയുണ്ട്. അവിടെ ഇന്നലെ വെച്ചതായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഗേറ്റ്സ് അവിടെ നിന്ന്. അങ്ങനെ നുബ്ര വാലി അറ്റംപ്റ്റ് ടു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരം ഓടി കഴിഞ്ഞപ്പോൾ ഇന്നലെ പോയ അതേ റോഡിലേക്ക് മെർജായി. ഇന്നലെ നമ്മൾ ഇതിലൂടെയൊക്കെ പോയതാണ്. ബട്ട് ഇന്നലെ ഈ ഒരു ഭംഗി, ഈ ഒരു എക്സ്പീരിയൻസ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇന്നലെ ഫുള്ള് ചീച്ചിലായിട്ട് മഴയായിരുന്നു. അങ്ങനെ ഇന്നലെ ആകെ എന്തോ ഒരു ഭയങ്കര ഇത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് മേലെ എത്തി. ബട്ട് ഇന്ന് ഇത്രയും ഓരോ അടിപൊളി സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് ഇങ്ങനെ പോവാം. ഭയങ്കര ഫീലിംഗ് വരും. ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഒരു എനർജി ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരും. മാനുവിൻ്റെ അടുത്തേക്കൊന്നും ഓടിച്ചിട്ട് എത്താൻ പറ്റുന്നില്ല. ഭയങ്കര ആവശ്യത്തിലാണ് എല്ലാവരും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ബൈക്കിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അവർ ചോദിക്കും. പോലീസ്, ജമ്മു പോലീസ്, ലഡാക്ക് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ ബൈക്കിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം ടോപ്പിലേക്ക് പോകാൻ വേണ്ടി. അതായത് കർദുങ്കള പാസ്. എന്നിട്ട് അവിടെ നിന്ന്, അതാണ് ഏറ്റവും പീക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ലേന്ന് കയറി കർദുങ്കള പാസിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ താഴോട്ട് ഇറക്കാം. അതായത് നുബ്ര വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഗൈഡിൻ്റെ ബൈക്കായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ കർദുങ്കള പാസ് അവിടെ സ്നോഫോൾ ആയപ്പോൾ കുറച്ച് ബൈക്ക് അവിടെ വെച്ചിട്ട് ബാക്കപ്പ് ബൈക്കുകളിലാണ് തിരിച്ച് റൂമിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് ഒരു ബൈക്കിൽ 2 പേരെ കയറ്റാണ് പോകുന്നത്. ഗൈഡിൻ്റെ ഒരു ബൈക്കിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഗൈഡിൻ്റെ ബൈക്കിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പോൾ ഗൈഡിനെ വിളിച്ച് ആ കാര്യങ്ങൾ തീരുമാനമാക്കണം. ഇടയ്ക്കൊക്കെ കൂട്ടം തെറ്റും. ഇപ്പോൾ നമ്മൾ 2 ബൈക്ക് മാത്രമേ ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാവരും വേറെ എവിടെയൊക്കെയാണ്. ഈ ബ്ലാക്ക് ഹിമാലയനാണ് ആ ചങ്ങായിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആണെങ്കിൽ റേഞ്ചും ഇല്ല. ഇതൊരു മുക്കാണ്. അതായത് താഴേന്ന് കയറി വന്ന് ഇനിയും ഒരുപാട് കയറാനുണ്ട്. ഇവിടെ ഈ ഒരു സ്പോട്ടിൽ മാത്രം റേഞ്ചുള്ള സഫർ നിൽക്കുന്നത്. വിളിച്ചിട്ട് അവർ എന്തോ ഡീലിങ്സ് ഉണ്ടാവും. കാരണം ഇന്നലെയും ഇതേപോലെ ഒന്നും നോക്കാതെ കയറിപ്പോയി. നമ്മളതുകൊണ്ട് ഇവിടുത്തെ പോലീസ് നമ്മളോട് പിടിച്ചു വെച്ചതാണ്. നമ്മൾ ഒരുപാട് സംസാരിച്ച് നോക്കി. ബട്ട് ഒന്നും പറ്റുന്നില്ല. അവസാനം വേറൊരു ഗ്യാങ് വന്നപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ബൈക്ക് എടുത്ത് പോകുന്നു. ഇന്ന് ഇവിടെ ഭയങ്കര നീറ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ നല്ല സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ, നമ്മൾ 2 ആളും ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന്. പക്ഷെ വേറൊരുത്ത നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഇതാ മുള്ളാൻ നിന്ന്. ഓ എടാ തണുപ്പത്ത് അടിച്ചു പോടാ.
നുബ്ര വാലിയിലേക്കുള്ള റൈഡ് വ്യത്യസ്ത അനുഭവങ്ങൾ തന്നുകൊണ്ട് മുന്നേറുകയാണ്. താഴ്ന്ന് നല്ല വെയിലായിരുന്നു. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട്, പിന്നെ അത് കഴിഞ്ഞ് നല്ല പച്ചപ്പൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്പുകളെല്ലാം കഴിഞ്ഞ് അവസാനം ഈ കർദുങ്ല ടോപ്പിലെത്തി. ഇന്നലെ ഒരുപാട് നേരം ഇവിടെ നിന്നതുകൊണ്ട് ഇന്ന് അധികം നേരം നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ താഴെ വാലിയിലെത്തിയ സമയത്ത് വേറൊരു വ്യൂ. ഇവിടെ നമ്മൾ ലേയിലുള്ള ആ ഒരു ടൈപ്പല്ല ഇവിടെ കുറച്ച് ഈ താമസമൊന്നുമില്ല. ആൾക്കാർ ഭയങ്കര വിജനമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ്. ഒരു സൗണ്ടൊന്നുമില്ല, ഫുൾ സീറോ സൈലൻസ്. ഇവിടെ ചെറിയൊരു ആർമീൻ്റെ ഒരു ക്യാമ്പുണ്ട്. ഇവിടെ ഇവർ ആർമിക്കാർ എന്തൊക്കെ അവരെ ക്യാമ്പിങ് അതിൻ്റെ ഇടയിലുള്ള ഓരോ ക്രിക്കറ്റ് കളി. ഇവനാണ് നമ്മളെ മാർഷൽ, അതായത് ഗൈഡ്. ഇവനങ്ങനെ മുന്നിൽ പോവും. ബൈക്ക് ഉണ്ടാവും, ഇതാണ് നേരത്തെ അവിടെ പിടിച്ചിട്ട ബൈക്ക്. ഇവനിങ്ങനെ മുന്നിലിങ്ങ് പോവും. അവനെ കണ്ടിട്ട് ബാക്കിൽ നമ്മൾ പോകും. ഇവൻ്റെ മുന്നിൽ ഒരിക്കലും കയറാൻ പറ്റില്ല, ഹോണടിച്ചിട്ട് ചൂടാവും. അങ്ങനെ ഇവൻ്റെ ഓരോ പരിപാടികൾ. ചെറിയ വയസ്സുള്ളൂ, 22 വയസ്സുള്ളൂ. ആൾ കൂളാണ്, നല്ല വൈബിൽ നമ്മളങ്ങനെ കൊണ്ടുപോകും. നല്ല ഇടയ്ക്കൊക്കെ ഓരോ സ്കിൽസൊക്കെ എടുത്ത് കാണിക്കും. അവനെ അവൻ്റേതായിട്ടുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ. മറ്റേ ഓറോ ഫാമിംഗ് ഇല്ലേ, അതായത് ഇന്തോനേഷ്യൻ ബോട്ട് റേസിൻ്റെ മുന്നിലുള്ള ഡാൻസ്, അതൊക്കെ അവൻ നീറ്റായിട്ട് ചെയ്യും. ഗോ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. അതായത് വന്യമൃഗങ്ങളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലം. ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതായത് കല്ലും മണ്ണൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മേലെന്ന് ഇടിഞ്ഞ് വീഴും. കാരണം അത്രയും ആ ഒരു സിമ്പിളായിട്ടാണ് റോഡ്, അതായത് റോഡിനുള്ള സ്ഥലം കണ്ടെത്തിയത്. പക്ഷേ റോഡ് നല്ല രീതിയിൽ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 120 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി. രാവിലെ എല്ലാ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങനെ ഒരു ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തെത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ ബട്ടർ ചിക്കനാണ് നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളത്. ബാക്കിയുള്ള ഇവരുടെ തന്നെ എന്തൊക്കെയോ ചൈനീസ് ഡിഷസ്. അപ്പോൾ ബട്ടർ ചിക്കൻ പറഞ്ഞു, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല ഇവിടെ ഇങ്ങനത്തെ ഒരു റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഭയങ്കര ആവേശമാണ്. കാരണം നമ്മളിങ്ങനെ ബൈക്കിങ് ഓടിക്കുമ്പോൾ ആ ഓടിക്കുന്ന ആ ഒരു വൈബിലിങ്ങനെ പോകും. പക്ഷേ ഒന്ന് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടയർഡാവും. അങ്ങനെ ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. ഇവിടെ മിലിറ്ററിക്കാരൊക്കെ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. കാരണം ഇതിൻ്റെ ഇടയിലുള്ളൊരു ലോങ് റൈഡിൻ്റെ ഒക്കെ ഇടയിലുള്ള സ്പോട്ടാണ്. പിന്നെ റേഞ്ചും ഇവിടെ കുറവാണ്. റേഞ്ച് കിട്ടാൻ വേണ്ടി ഞാൻ കളിക്കുന്ന കളിയാണ്. അതായത് ഉണ്ട്, എവിടേക്കോ ഒരു കട്ട കിട്ടും. അപ്പോൾ ആ കിട്ടുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ പോകും. റേഞ്ച് കംപ്ലീറ്റ്ലി ഇല്ല എന്നാണെങ്കിലും ഓക്കെ, നമ്മൾ ഫോണും പൂട്ടിയാടെ നിൽക്കും. ബട്ട് ഈ ഒരു അവസ്ഥ. ഫോക്കസ് ആവണില്ലടാ. ഇനി ഇവിടെ നിന്ന് ടച്ച് ചെയ്താ, ഈ മലമേന്ന് ടച്ച് ചെയ്താ ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. കയ്യിൽ ഗ്ലൗ ആയതുകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പാട്ട്, അടിപൊളി പാട്ടൊക്കെ ഉണ്ട് അപ്പുറത്ത്. അയ്യവാ, നുബ്ര വാലിയിലെ ഒരു അഡ്വഞ്ചർ ജീപ്പ് റൈഡിലാണ് ഉള്ളത്. നമ്മളിവിടെ എത്തി. അപ്പോൾ റേറ്റ് നോക്കുമ്പോൾ 1000 രൂപ കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റില്ല. ഈ ജീപ്പ് ഒരു ഗൈഡും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് വേണ്ട. നെക്സ്റ്റ് സ്പോട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്യാം. നുബ്ര വാലിയിലെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടാണിത്, ഈ സാൻഡ് ഡ്യൂൺസ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഓരോ സ്പോട്ടിലേക്ക് നമ്മൾ പോകും ഇവിടുന്ന്. ഇത് ഒരു മലൻ്റെ ചെരുവിൽ, അതായത് വലിയ മല ഇപ്പുറത്തുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. ഈ ഒരു മലൻ്റെ ചെരുവിൽ ഇതിൻ്റെ അപ്പുറത്തും മല, അതായത് 2 മലകളുടെ ഇടയിലായിക്കൊണ്ടാണ് ഈ സ്പോട്ട്. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് കണ്ടാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കണ്ടാൽ മനസ്സിലാവില്ല. ബട്ട് ഡിയർ കോമ്രേഡ് മൂവിയില്ലേ, അതിൽ വിജയ് ദേവരക്കൊണ്ട ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇരിക്കുന്നില്ലേ, ഡിസ്കിറ്റ് എന്നെഴുതിയ ഒരു ഡിവൈഡറിനെ ചാരിക്കൊണ്ട് ആ സ്പോട്ടായിരുന്നു ഇത്. ബട്ട് ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുക. ആ ഡിവൈഡറും പൊളിച്ചു, റോഡും എല്ലാം പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലത്തെ നല്ല ഒരു ഇവിടെയൊക്കെ നല്ല ചെറിയ കാറ്റുണ്ട്, തണുത്ത കാറ്റ്. അതിൻ്റെ അപ്പുറത്തൊരു പച്ചപ്പും ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ചെറിയ മലകളും. അങ്ങനെ നല്ല രീതിയിൽ പോവാം.
നേരത്തെ പറഞ്ഞ ഡിയർ കോമ്രേഡ് മൂവിയിലെ ആ ഒരു സീന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന മീനിങ് വരുന്ന ദമ്ര എന്ന ടിബറ്റൻ വേർഡിൽ നിന്നാണ് നുബ്ര വാലി എന്ന വേർഡ് ഉണ്ടായത്. ഈ നുബ്ര വാലി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ഡിമാൻഡ്സ് പ്രൊട്ടസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് നുബ്ര വാലി ഒരു സെപ്പറേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട്. അടുത്തന്നെ നുബ്ര എന്ന പുതിയൊരു ജില്ല പ്രഖ്യാപിക്കുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതായത് ലഡാക്കിലെ 3ാമത്തെ ജില്ല. ലേ ആൻഡ് കാർഗിലാണ് ലഡാക്കിലെ ഇപ്പോൾ ഉള്ള 2 ജില്ലകൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡിസ്കിറ്റാണ് നുബ്രൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഗായ്സ്, ഡിസ്കിറ്റിലേക്കാണ് പോകുന്നത്. നുബ്രവാലിൻ്റെ അടുത്തുള്ള ഡിസ്കിറ്റിലേക്ക്. അടിപൊളി ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുക, ഇത്രയും നല്ലൊരു രാജ്യമാണ് ഇന്ത്യ. ഇത്രയും അടിപൊളി ഒരുപാട് സംഭവങ്ങളുള്ളൊരു ചെറിയൊരു, നമ്മൾ ചെറുതാക്കി കണ്ടൊരു കൺട്രിയാണ് ഇന്ത്യ. എന്താ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, എന്നടാ പണി വെച്ചിരിക്കേ, അതേപോലത്തെ ഒരു സാധനമാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഡിസ്കിറ്റ് മൊണാസ്ട്രി ഉണ്ട്. അതായത് ഇവിടെ ഉള്ളൊരു മെയിൻ മൊണാസ്ട്രിയാണ്. അവിടെ എത്തി ആ മേലെ കാണുന്നില്ലേ, അവിടേക്ക് പോകണം. ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. പരന്ന് കിടക്കുന്ന പാടങ്ങൾ, അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മലകൾ. അതേപോലത്തെ ഒരു മലേൻ്റെ മേലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര സൈലൻസ് ആട്ടോ. അതായത് സീറോ നോയ്സ്. ഭയങ്കര ഫീലാണ് ഇവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി. നല്ല കാറ്റും. നുബ്രവാലിൻ്റെ അടുത്തുള്ള ഒരു മൊണാസ്ട്രിയിലാണ് നമ്മളുള്ളത്. അതായത് ഡിസ്കിറ്റ് മൊണാസ്ട്രി. എല്ലാവരും ഇതിങ്ങനെ കറക്കി പോകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പേർപ്പസ് എന്ന് അറിയില്ല. എന്താ ഒരു തടസ്സം? നല്ല കളറുണ്ടല്ലോ. കളർഫുൾ ഡ്രസ് ഇട്ടുണ്ടോ? ഇതാണ് ആ മേലെ കാണുന്ന ബുദ്ധ സ്തൂപം. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി. ജഫർദ വരുന്ന വളരെ കുറച്ച് വിസിറ്റേഴ്സ് ഇവിടെ വന്നുള്ളൂ. പതിനാലാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ മൊണാസ്ട്രിക്ക് ഡെസ്കിറ്റ് ഗൊമ്പ എന്ന പേരും പറയപ്പെടുന്നു. കിരീടം ധരിച്ച ബുദ്ധൻ്റെ സ്റ്റാച്യു ഉള്ള ഈ മൊണാസ്ട്രീനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. സ്കൂള്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. തിരക്കിട്ട പണിയിലാ. ഇടയ്ക്ക് നല്ല സൺലൈറ്റ് വരും. അപ്പോൾ ആ സമയത്ത് ഈ സ്റ്റാച്ചു ഭയങ്കര കളർഫുള്ളായിട്ട് നിൽക്കും. മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി ളുഹുർ മസ്റിക്ക് നിസ്കരിച്ചു താഴോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൈക്കൊക്കെ മാറ്റി നല്ല ഇനി ഫ്രീ ആണ്. ഇതുവരെ ഉണ്ടായിരുന്ന തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇനി നല്ല കാറ്റ്, ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. ഇതിലൂടെ പോകുമ്പോൾ ബൈക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് നേരം കിട്ടാൻ വേണ്ടി നല്ല ഇങ്ങനെ പോവുക. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാനാണ് ഏറ്റവും എപ്പം ബാക്കിൽ. കാരണം എനിക്കിത് കണ്ടിട്ട് മതിയാവുന്നില്ല. ഈ ബോർഡ് കണ്ടോ, K2 ടു കുട്ടനാട്, അതായത് ഹയസ്റ്റ് പോയിൻറ്റ് ടു ലോവസ്റ്റ് പോയിൻറ്റ്. K2 ഇപ്പോൾ പാകിസ്ഥാനിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റ്. അതേപോലെ കുട്ടനാടാണ് ഏറ്റവും ലോവസ്റ്റ്. നമ്മളിപ്പോൾ ഉള്ളത് നുബ്ര വാലിയിലെ ഒരു വാലിയിലാണ്.
ഒരു ദുൽഖർ സൽമാൻ അതാ പാലത്തിൻ്റെ മേലെ കൂടെ പോകുന്ന. അയ്യോ, ആ സൈഡിലൊക്കെ മേലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. നേരം ഇരുട്ടി തുടങ്ങി. സ്കൈയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇവിടെ കുറേ ഹോഴ്സ് റൈഡ്, ക്യാമൽ റേസ് അല്ല, അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട്. അങ്ങോട്ടേക്ക് പോയി, ബട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് ഇവിടുത്തെ തണുത്ത വെള്ളവും നല്ല വ്യൂ. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല വ്യൂ ആണ്. ഇവിടുത്തെ കഫേസൊക്കെ നല്ല രീതിയിൽ അവർ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ല റേറ്റാണ്. ഇവിടേക്ക് ഇവർ ഫുഡ് കൊണ്ടുവന്ന് തരും. ഇവിടെ ഒരാളുടെ മുട്ടിൻ്റെ അത്ര ആളുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് പോയി. അങ്ങനെ നുബ്ര വാലിയിൽ നമ്മുടെ സ്റ്റേയിലെത്തി. ഇതാണ് നൈറ്റാണ്, പുറമേയുള്ള വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ റൂം ഇൻഡോർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ റൂം. ലേലേക്കാളും അടിപൊളിയാണ്. അങ്ങനെയല്ല, ഒരു വിൻറ്റേജ് ടൈപ്പ്. ഫെസിലിറ്റീസ്, ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. നമ്മൾ ജസ്റ്റ് ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തെടുത്ത് വെച്ച് ലാപ്പൊക്കെ അവിടെ വെച്ചാണ്. ഒരു വിൻറ്റേജ് ടൈപ്പ് റൂം. നുബ്ര വാലിയിലെ ഡിന്നർ, ചപ്പാത്തി, നൂഡിൽസ്, റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ചിക്കൻ കറി ഇവിടെ ഇരുന്ന് കഴിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് ഫില്ലാക്കട്ടെ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. നാട്ടിൽ ഇന്ന് ഓണം. ഇടയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ നെറ്റ്വർക്ക് കിട്ടുമ്പോൾ നാട്ടിൽ അവരുടെ ഫുഡിൻ്റെയും ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് കാണും. അങ്ങനെ ഇവിടുന്ന് പായസം കിട്ടി. ഹൈവ, സമാധാനമായി. അടിപൊളി ക്യാമ്പ് ഫയറോട് കൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞു.